അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലെ കുടുംബം ഈ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ നന്മയായി ഞാൻ കരുതുകയാണ്. കാരണം ഇനി പറയാൻ പോകുന്നത് അതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ക്ഷമ വേണം. മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ക്ഷമ വേണം. എല്ലാം ഈ ജീവിതത്തോടെ അവസാനിക്കുമെന്ന് കരുതുമ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചും മക്കളുമായി ഇന്നലെ കണ്ടവന്റെ കൂടെ ഉറങ്ങിത്തിരിക്കാൻ ഭാര്യക്ക് പ്രചോദനമാകുന്നത് വിവാദമെന്നത് ഈ മണ്ണോടെ അവസാനിക്കുമെന്ന് കരുതുമ്പോഴാണ്. അതുകൊണ്ടാണ് ഒരു പുരുഷായുസ് മുഴുവനും തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പാടുപെട്ട് കല്യാണ പന്തലിൽ 1 മണിക്കൂർ കൂടി കഴിയുമ്പോ ഒരു നവവരന്റെ കയ്യിലേക്ക് തന്റെ മകളെ ഏൽപ്പിക്കാനുള്ള ചാരിതാർത്ഥ്യത്തോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ മുമ്പിൽ കടുത്തിലിട്ട് സുന്നാഭരണവുമായി കൊയിലാണ്ടിയിലെ കല്യാണ പന്തലിൽ നിന്ന് പെണ്ണിറങ്ങി പോകുമ്പോ തന്റെ കത്തിക്കറിയുന്ന കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പൊട്ടിക്കരഞ്ഞ മാതാപിതാക്കൾ മോളെ ഇനിയെങ്കിലും തിരിച്ചു വരും എന്ന് പറയുമ്പോ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊടുക്കി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ കഴിയാതെ ഒരു മകൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്നത് വിവാഹമെന്ന ബന്ധം, കുടുംബമെന്ന ബന്ധം അത് ഈ മണ്ണിൽ അവസാനിക്കുന്നതോടെ അവസാനിച്ചു എന്ന മിഥ്യാധാരണയാണ്. അല്ല, ഇതേ വപ്പയുടെ മകളായി, ഇതേ ഉമ്മയുടെ മകളായി, ഇതേ ഭർത്താവിന്റെ ഭാര്യയായി, ഇതേ ഭാര്യയുടെ ഭർത്താവായി, ഇതേ മകന്റെ പിതാവായി നാളെ അല്ലാഹുവിന്റെ കാലാകാല സ്വർഗത്തിൽ ഞാൻ ആവേണ്ടതാണ് എന്ന ഒരു ബോധം. ഇവിടെ 60 വർഷമല്ലേ നമുക്ക് വാപ്പയാവാൻ കഴിയൂ, 40 വർഷമല്ലേ വാപ്പയാവാൻ കഴിയൂ, കൂടി വന്നാൽ 40 വർഷമല്ലേ നമുക്ക് ഭർത്താവാകാൻ കഴിയൂ. ഖാലിദീന ഫീഹാ അബദാ, ഖാലിദീന ഫീഹാ അബദാ, ഒരിക്കലും അവസാനിക്കാത്ത അല്ലാഹുവിന്റെ സ്വർഗ ജീവിതത്തിൽ അവിടെയാണ് ഞാൻ യഥാർത്ഥ ഭർത്താവായി ജീവിക്കേണ്ടെന്നുള്ള ബോധമുണ്ടാകുമ്പോ ആ ബോധം നമ്മോട് പഠിപ്പിച്ചു തന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ്, അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുമടക്കമുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ സംവിധാനങ്ങൾ നമ്മളോട് ജീവിതത്തിന്റെ അച്ചടക്കവും ചിട്ടയും പഠിപ്പിച്ചു കഴിയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ക്ഷമയുടെ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഭാര്യ ഭർത്താക്കന്മാരിലോട്ട് കടന്നു പോവുകയാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ് ഇങ്ങനെ ഇരുന്ന വാള് നടക്കൂല, നിങ്ങൾ സലാത്ത് ചൊല്ലണം. ആകെ ഒരു സദസ്സിൽ ചെല്ലേണ്ട പ്രധാനപ്പെട്ട കാര്യം ആമീൻ എന്ന് പറയുന്ന 6 അക്ഷരവാ. അത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നിർവികാരത നമ്മളെ പിടികൂടുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമുക്കിപ്പോ വാളിന്റെ സദസ്സൊക്കെ വന്ന് ആമീൻ എന്ന് പറയുന്ന 6 അക്ഷരം പറഞ്ഞാൽ മതി. നമ്മൾ അതിന് പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ വേറൊരു ലോകത്തായി പോയി അല്ലേ? നിങ്ങളുടെ ജോലി എന്താ? സലാത്ത് പറയുക, ആമീൻ പറയുക 2 മണിക്കൂറിന്റെ ഇടയിൽ. എന്റെ ജോലി 2 മണിക്കൂർ ഒരാൾ നിർത്താതെ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം വെളിയിൽ പറയുന്നതാണ്. 2 ലക്ഷം അക്ഷരം ഞാൻ പറയാനുണ്ട്. അതിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് 14 അക്ഷരം പറയാൻ സമയമില്ലാത്തത്. പിന്നെന്തിനാ വാത് പറയാ? പിന്നെന്താ വാത് പറയാ? ആമീൻ പറയാം. ഇപ്പൊ വാതിന് വന്നിട്ട് പുറകെ ഇരുന്നിട്ട് കുട്ടികൾ മിനി മിൽട്ടി കളിയാ ജോലി. മരണ വീട്ടിൽ ആർക്കും അനക്കമില്ല, മിനി മിൽട്ടി. മയ്യത്ത് കിടക്കുന്ന മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് 4 പേര് ഹോട്ട്സ്പോട്ട് വെച്ച് മയ്യത്ത് വീട്ടില് ഇതാണ് സാധനം. ഇതൊരു വല്ലാത്ത ദജ്ജാലാണ്. എനിക്ക് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ദജ്ജാൽ ഇതാണ്. കാരണം പള്ളിയിലോ ഇതിന് നമ്മൾ അഡിക്റ്റ് ആയി പോയി. പെണ്ണിന് പോലും നമ്മൾ ഇത്ര അഡിക്റ്റ് ആയി പോയി. കാരണം പെണ്ണില്ലാതെ 5 മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റൂല. പെണ്ണില്ലാതെ ഒരു 5 മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അതിന്റെ ശാസ്ത്രം ഞാൻ പറഞ്ഞു തരണം നിങ്ങളോട്. പെണ്ണിൽ ഏതെന്താ 24 hours പെട്രോൾ പമ്പ് മാറിയ പെണ്ണില്ലാതെ ഒരു 5 മിനിറ്റ് നമുക്ക് മാറിക്കാൻ പറ്റൂല്ലോ. ഈ സാധനം പോക്കറ്റ് ഉണ്ടായാൽ കടുവാപ്പള്ളിയിൽ പള്ളിയിലോട്ട് കയറാൻ പോകുന്ന നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ അപ്പം ഒരു വൈബ്രേറ്റ് മോഡി ഇടും. വൈബ്രേറ്റ് മോഡി ഇട്ടിട്ട് പോക്കറ്റ് ഇട്ടിട്ട് നമ്മൾ നേരെ ഉസല്ലി ഫർദ് ളുഹരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈ കിട്ടും. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നീ മാത്രമാണ് സഹായം എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് കോള് വരിക. അപ്പൊ വൈബ്രേറ്റ് അടിക്കും. നമ്മൾ ചിന്തിക്കും, പടച്ചോനെ അവനാണ് വിളിച്ചത്, 10 മിനിറ്റ് വിളിക്കൂ എന്ന് പറഞ്ഞാൽ അവനായിരിക്കും അതോ വീട്ടിൽ നിന്ന് ഭാര്യയാണോ? അപ്പൊ തന്നെ അള്ളാഹുടെ ചിന്ത. ഈ വൈബ്രേറ്റ് മോഡ് കൊണ്ട് അള്ളാഹ് എന്നുള്ള ചിന്ത അപ്പൊ തന്നെ അടുത്തവരിലേക്ക് പോയിട്ടുണ്ടാവും. ഇതാണ് വൈബ്രേറ്റ് മോഡിന്റെ ഗുണം. അത് വൈബ്രേറ്റ് അടിക്കും. അവന്റെ നിസ്കാരം പോയി. ഇനി ചില മഹാന്മാരെന്ത് ചെയ്തറിയോ, അത് വൈബ്രേറ്റ് മോഡിലാക്കി നേരെ എടുത്തിട്ട് സുജൂദിൽ നോക്കണ സ്ഥാനത്ത് കൊണ്ട് അങ്ങോട്ട് ഇടും. അതിന്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ഒരു മുസല്ലയുടെ എത്രയുണ്ട്?
ഞാൻ ഇത് കൂടുതൽ ഉപയോഗിക്കാറില്ല. ഞാൻ ഇത് കയ്യിലുണ്ടെങ്കിലും അത്യാവശ്യം മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഷെഫീഖ് കാസിം അടക്കം പറയും ആള് വലിയ അഹങ്കാരിയായി ഇപ്പൊ എടുക്കാറില്ല. അതെ, ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ എടുക്കാറില്ല. ഞാൻ അത്യാവശ്യം ഈ സാധനം അത്യാവശ്യം ഒരു കോൾ വന്നാൽ എടുക്കും. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാറുണ്ട് പ്രസംഗത്തിന് മുമ്പ്, എന്നാലും വാട്സപ്പിൽ റിപ്ലൈ ചെയ്യൂല, ഫേസ്ബുക്കിൽ കമന്റ് റിപ്ലൈ ചെയ്യൂല, ഒന്നും ചെയ്യൂല. നോക്കും ഞാനല്ല, ഒന്നും റിപ്ലൈ ഇല്ല. കാരണം ഇതിന് അഡിക്റ്റ് ആയാൽ പോയി പിന്നെ വാള് വന്നാവും, പിന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ ഇതിന് അഡിക്റ്റ് ആയി പോയ ഒരു ഖത്തീബ് ഇതിന് അഡിക്റ്റ് ആയ ഖുത്ബയുടെ 2 ഖുത്ബയുടെ ഇടുത്തത്തിന്റെ ഇടയിലും പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കിയിട്ട് 2ാമത്തെ ഖുത്ബ ഓതാൻ പറ്റും. കാരണം ആ രീതിയിൽ ഇത് അഡിക്റ്റ് ആക്കി കളയും. ചില ആളുകൾ ഇത് കൊണ്ടുപോയി നിസ്കരിക്കണതിന് മുമ്പിൽ കൊണ്ടുപോയിടും. 1ാമത്തെ റക്അത്ത് റുക്കൂയിൽ പോയി നിൽക്കുമ്പോൾ കോള് വരും. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഓൺ ആവും. ഒന്നും അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ഒരു ഭാര്യയുടെ ഫോട്ടോകളിലും അവനാന്റെ ഭാര്യയുടെ ഇല്ലെങ്കിൽ വേറൊരുത്തന്റെ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അതിനകത്തുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു സീരിയൽ നടിയുടെ എങ്കിലും അതിനകത്തൊരു ബറക്കത്തിന് വേണ്ടിയിട്ടുണ്ടാവും. ഈ സുക്കുയി കിടക്കുന്ന അവനും നോക്കും, ഇപ്പുറത്ത് നിൽക്കുന്നവനും നോക്കും, അപ്പുറത്ത് നിൽക്കണവനും നോക്കും. ഈ 3 പേരെ നിസ്കാരം ഏതായാലും ഈ ഒരൊറ്റ സാധനം കൊണ്ട് പ്രസാദമായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം നടക്കുന്ന 5 മിനിറ്റ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു എന്നാണ് എന്റെ അർത്ഥം. സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ കോൾ വന്ന് അറിയില്ലല്ലോ, മെസ്സേജ് വന്ന് അറിയില്ലല്ലോ, എന്താ ഒരു 5 മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്തത്? അതിന്റെ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പടന്നു കയറിയെന്നാണ്. അതുകൊണ്ടാണ് DGP സെൻകുമാർ പറഞ്ഞത് ഭർത്താവിനെ വിട്ടിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒളിച്ചോടാൻ 2 കാര്യമുള്ളൂ. 1 മൊബൈൽ ഫോൺ, 2 സീരിയൽ. എന്താ സീരിയല്? നിങ്ങൾ ചിന്തിക്കുക, എന്താ സീരിയല്? സീരിയൽ എന്ന് പറഞ്ഞാൽ അവിഹിത ഗർഭം ധരിച്ച പെണ്ണ് 9 മാസം ആരും അറിയാതെ എങ്ങനെ മൂടി വെക്കണമെന്നുള്ള മുഴുവൻ ഉപായവും അതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? പിന്നെ പെണ്ണുങ്ങൾക്ക് എന്താ പേടി? നെറ്റിലൊന്നും നോക്കണ്ട, സീരിയൽ കണ്ടാൽ മതി. ഗർഭം മറ്റൊരാളറിയാതെ എങ്ങനെ ഒളിപ്പിച്ചു വെക്കാം, അതിന്റെ ട്രിക്കൊക്കെ അതിനകത്തുണ്ടാവും. അമ്മായിയമ്മ ആരും അറിയാതെ എങ്ങനെ കൊല്ലാം. ഇതൊക്കെ DGP സെൻകുമാർ പോലും പറഞ്ഞു സീരിയലാണ് സ്ത്രീകളെ ഇത്രത്തോളം വഴിതെറ്റിക്കുന്നത് എന്ന്. എന്നിട്ട് നമ്മുടെ ഭാര്യമാർ അതിന് അഡിക്റ്റ് ആയിട്ട് പോലും നമുക്കിതിനെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അതിന് അഡിക്റ്റ് ആയി പോയി എന്നതാണ് അതിന്റെ അർത്ഥം. കാസർഗോഡ് കല്യാൺ സിൽക്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന പൃഥ്വിരാജിന്റെ കൂടെ പർദ്ദയിട്ട പെണ്ണുങ്ങൾ സെൽഫി എടുത്തപ്പോ അതിനെതിരെ മുഴുവൻ പ്രഭാഷകരും പ്രസംഗിച്ചു. കമാന്നക്ഷരം ഞാൻ പ്രസംഗിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാവോ? എന്നെ അത്ഭുതപ്പെടുത്തിയത് പൃഥ്വിരാജിന്റെ കൂടെ പർദ്ദയിട്ടിട്ട് ഫോട്ടോ എടുത്ത ആ യുവതി പെണ്ണുങ്ങളല്ല, അവരുടെ അങ്ങേയറ്റത്ത് ഒരു 60 വയസ്സുള്ള ഒരു ഉമ്മ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഒരു 60 വയസ്സുള്ള ഒരു ഉമ്മ ഇല്ലേ? അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. കാരണം ആ സമയത്ത് മക്കളെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു മുതിർന്ന തലമുറയായിരുന്നു. പക്ഷെ അവരെ പോലും ഈ സെൽഫി ബാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിനി എങ്ങനെയാണ് കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക? എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെയാണ്. നമ്മളോട് ചില ഫോട്ടോ പറഞ്ഞുതരും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. വെള്ളിയാഴ്ച, റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ കടുവാപ്പള്ളി നിറഞ്ഞു കവിഞ്ഞ് മുറ്റത്തും റോഡിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ മനോരമയിൽ പിറ്റേ ദിവസം ഫോട്ടോ വന്നു. ആളുകളോട് എന്താ ഇപ്പൊ ആളുകളുടെ തക്കുവ? കടുവാപ്പള്ളിയിൽ റമദാനിലെ ആദ്യത്തെ വെള്ളിയിൽ റോഡിലാണ് ആളുകൾ നിസ്കരിച്ചത്. ഞാൻ ആ ഫോട്ടോ കണ്ടു ചിന്തിക്കണം അങ്ങനെയല്ല, ഞാൻ നേരെ എതിര് ചിന്തിക്കും. അപ്പൊ അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത വെള്ളിയാഴ്ചകൾ പള്ളി പോകാത്ത ഒത്തിരി ആളുകൾ ആ മഹലിൽ ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം. ഇപ്പൊ കടുവാപ്പള്ളിയുടെ കഥ ഞാൻ പറഞ്ഞല്ല. വെള്ളിയാഴ്ച, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ പ്രസിദ്ധീകരണമാണ്. റോഡ് നിറഞ്ഞു കവിഞ്ഞു. അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ജാഹിലിയങ്ങൾ അവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അവരെല്ലാം കൂടെ പള്ളി വന്നപ്പോഴല്ലേ ഇത് തികഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മുതിർന്ന തലമുറ പണ്ട് ആദ്യമായിട്ട് TV വന്ന് വീട്ടിൽ മേടിക്കാൻ പോയപ്പോ ഉമ്മ പറഞ്ഞു TV വീട്ടിൽ കയറ്റിയാൽ ഞാൻ ഇറങ്ങി പോകുന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇത് പാപം ഒന്നും കിട്ടൂല, ബ്ലാക്ക് വെച്ച് TV ആണ്. പാപം കളവി അത് വിശ്വസിച്ചിട്ട് അകത്ത് കയറ്റി. ആ ഉമ്മയാണ് ഇന്നതിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങാത്തത്. അവരാണ് ഈ സമൂഹത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പൃഥ്വിരാജിന്റെ കൂടെ പർദ്ദയിട്ടിട്ട് ഫോട്ടോ എടുത്തപ്പോ 55-60 വയസ്സുള്ള ഒരു വൃദ്ധയെയും അതിന്റെ മറുഭാഗത്ത് കണ്ടു എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ നേർരേഖയുടെ ചിത്രമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം എന്നത് നാളെ സ്വർഗത്തിലേക്ക് മാറാനുള്ളതാണ്. അത് പഠിപ്പിച്ചു തന്ന ആളാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു അൻ യുസലാ അല്ലാഹു കൂട്ടിച്ചേർത്തുവന്ന ബന്ധങ്ങളെ വിച്ഛേദിക്കാതെ അവസാനം വരെ അതിനെ നിലനിർത്തിയവരാണ് കുടുംബത്തിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നവരെന്ന് ഖുർആൻ പറയുമ്പോ ആ സമയത്ത് നമ്മൾ കുടുംബ ജീവിതത്തിൽ ധാരാളം ക്ഷമയില്ലാതെ ആ കുടുംബ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ക്ഷമയെന്ന ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ധൃതിയോടെ മസ്ജിദിൽ നിന്ന് പ്രിയപ്പെട്ട വീട്ടിലോട്ട് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരക്ക് നമുക്കറിയാമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുമ്പോ ആ തിരക്കിന്റെ ഇടയിലൂടെ തന്റെ വീട്ടിലോട്ട് കടന്നു പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ നിൽക്കുകയാ. തന്റെ വീട്ടിലേക്ക് ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങേക്ക് ഈ ദുനിയാവിലെ സ്നേഹമേത് പെണ്ണിനോടാണ് നബി? ആരോടാണ് ചോദ്യം? അല്ലാഹുവിന്റെ റസൂലിനോടാ. തന്റെ ബാഹ്യ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് വീട്ടിലേക്കൊരു സമാധാനത്തിൽ കടന്നു വരുമ്പോ നമ്മളൊക്കെ പറയാൻ പറ്റൂല, ക്ഷമിക്കാൻ കഴിയില്ല ഉസ്താദ്, അവളുടെ വർത്തമാനം അങ്ങനത്തെ വർത്തമാനമോ. എല്ലാ തിരക്കിന്റെ ഇടയിൽ വീട്ടിലോട്ട് കടന്നു വരുമ്പോ ഭാര്യ ചോദിച്ചു അത്ര ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെയോ? എന്നാണ് ആയിഷ, ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം?